അയ്യപ്പ ഭക്തരുടെ വാഹന പാർക്കിംഗ് ഇക്കുറി വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റിന്റെ പുതിയ ഗ്രൗണ്ടിൽ 44,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് പാർക്കിംഗ് ഗ്രൗണ്ട് ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 300ഓളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുമെന്ന് അധികൃതർ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ശബരിമല മണ്ഡലകാല തീർത്ഥാടനം ആരംഭിച്ചതോടുകൂടി വണ്ടിപ്പെരിയാറിൽ തീർത്ഥാടകരുടെ വാഹന പാർക്കിംഗ് സൗകര്യം ഇല്ലാതായിരുന്നു. ഇത് വലിയൊരു പ്രതിസന്ധിയും സൃഷ്ടിച്ചിരുന്നു. ഇത് കണക്കിലെടുത്ത് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡിന്റെ വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റിൽ 44,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വലിയ ഗ്രൗണ്ട് ഒരുക്കിയാണ് ഇവർ അയ്യപ്പ ഭക്തരുടെ വാഹന പാർക്കിംഗ് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ തോട്ടം മാനേജ്മെന്റ് നിശ്ചിത തുക ഈടാക്കുകയും ചെയ്യും. കഴിഞ്ഞ മണ്ഡലകാലം വരെ വണ്ടിപ്പെരിയാർ മിനി സ്റ്റേഡിയം ഗ്രൗണ്ടിലായിരുന്നു തീർത്ഥാടകരുടെ വാഹന പാർക്കിംഗ് ചെയ്തിരുന്നത്. എന്നാൽ നവീകരിച്ച വാഴൂർ സോമൻ സ്മാരക സ്റ്റേഡിയം ആക്കിയതോടുകൂടി ഇവിടെ പാർക്കിംഗ് സൗകര്യം ഇല്ലാതായി. ഇതേ തുടർന്ന് പാർക്കിംഗ് വിഷയം പരിഹരിക്കുന്നതിനായി പഞ്ചായത്ത് സെക്രട്ടറിയും വണ്ടിപ്പെരിയാർ പോലീസും ചേർന്ന് എസ്റ്റേറ്റ് അധികൃതരോട് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കമ്പനി ഹെഡ് ഓഫീസിൽ നിന്നും അനുകൂലമായ നിലപാട് ഉണ്ടായി. തുടർന്ന് എസ്റ്റേറ്റ് അധികൃതർ ദേശീയപാതയിൽ നിന്നും 50 മീറ്റർ മാറി വലിയ പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മിക്കുകയായിരുന്നു. ഇതോടെ മണ്ഡലകാല തീർത്ഥാടനം കഴിയുന്നവരെ അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ കഴിയും. ഇത് വണ്ടിപ്പെരിയാറിലെ വലിയ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ കഴിയുകയും ചെയ്യും. മകരവിളക്കിന് മുന്നോടിയായി കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വാഹനമാണ് കൂടുതലായും ഇവിടെ വരുന്നത്. ബുധനാഴ്ച രാവിലെ 11 മണിയോടുകൂടി വണ്ടിപ്പെരിയാർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അമൃത സിംഗ് നായകം പാർക്കിംഗ് ഗ്രൗണ്ട് തുറന്നു നൽകി. മറ്റ് ആൾക്കാർ പറഞ്ഞു ഈ വർഷം തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പെട്ടെന്നാണ് സെക്രട്ടറി പറഞ്ഞത് ഇത് ലഭിക്കാൻ സാധ്യതയില്ല. ഒരു പൊതു കക്ഷി യോഗം വെച്ചു. അതിലും അവർ തീരുമാനമായി പഞ്ചായത്ത് ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് അവർ സ്റ്റേഡിയമായി ആയിക്കഴിഞ്ഞു. ഈ വർഷം തരാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ പെട്ടെന്ന് നമുക്ക് സാധിച്ചിട്ടില്ല. സെക്രട്ടറിയുടെ ഒരു സത്വരമായ നടപടിയിലൂടെ സെക്രട്ടറി ഈ HML സമീപിക്കുകയും അവർ അനുവാദം മേടിക്കുകയും അവർക്ക് ഈ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു സ്റ്റേഡിയം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പാർക്കിംഗ് അനുവദിച്ചു തരികയും ചെയ്തു. സാധാരണ നല്ല രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡിന്റെ ഡെപ്യൂട്ടി മാനേജർ ബിജോ മാനുവൽ ജെ വെട്ടം, സീനിയർ മാനേജർ UB ജയപ്രകാശ്, ഫാക്ടറി മാനേജർ ബിൻഡോ തോമസ്, പഞ്ചായത്ത് സെക്രട്ടറി BT ബിനോയ്, മോട്ടോർ വാഹന വകുപ്പ് സേഫ് സോണിലെ ഉദ്യോഗസ്ഥരായ S കിഷോർ, S ഹരികുമാർ, സബ് ഇൻസ്പെക്ടർ OJ റജി, അയ്യപ്പ സേവാ സംഘം ഭാരവാഹി TC ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.